കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇനി കൃത്യമായി പറഞ്ഞാൽ 30 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? എവിടം വരെ എത്തി? നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ പരസ്യ പ്രചരണ പരിപാടി ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നലെ ഒരു മണ്ഡലം കൊടുവള്ളി മണ്ഡലം അവസാനിച്ചു. ഇന്നിപ്പോൾ എലത്തൂർ മണ്ഡലത്തിൽ പ്രചരണത്തിലാണ്. ജനങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷം വോട്ടിൻ്റെ മുൻതൂക്കം LDFനുണ്ട്. അതുകൊണ്ട് LDF ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. എന്താണ് അടുത്ത 30 ദിവസത്തെ ആക്ഷൻ പ്ലാനുകൾ? ഈ പ്രചരണം തന്നെ, ജനങ്ങൾക്കിടയിലുള്ള പ്രചാരവേലകൾ, കഴിയാവുന്നത്ര വോട്ടർമാരെ നേരിട്ട് കാണുക. ഇപ്പോൾ BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് കോഴിക്കോട്ടുള്ള വികസനത്തിന് തുരങ്കം വെച്ച ഒരു വ്യക്തിയാണ് LDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ NDA സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് LDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം UDF സ്ഥാനാർത്ഥിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. BJPയുടെ ആരോപണത്തിന് മറുപടി പറയലല്ല ഞങ്ങളുടെ ജോലി. BJP ഈ നാടിനെ നശിപ്പിക്കുകയാണ്. മതേതരത്വം തകർക്കുന്നു, തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കുന്നു, കർഷകനെ ഇപ്പോൾ ഡൽഹിയിൽ ശത്രു രാജ്യത്തെ പോലെ കാണുന്നു. ഈ നയങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. അതിനൊന്നും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് അവർ അനാവശ്യം പറയുന്നു. ഈ പൗരത്വ നിയമ വിഷയങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ ഘട്ടത്തിൽ? അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഗവൺമെൻറ് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിന് അതിലൊരു നിലപാടുമില്ല. അപ്പം ജനങ്ങളിതൊക്കെ മനസ്സിലാക്കും. മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. അതിൻ്റെ ഊർജ്ജം എത്രത്തോളമുണ്ട്? അത് ജനങ്ങൾക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രം നടപ്പാക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കുന്ന മുഴുവൻ നടപ്പാക്കുന്ന സ്റ്റേറ്റ് അല്ല, കേരളത്തിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്ന ബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസമാണ് ജനങ്ങളുണ്ടാക്കി. വളരെ നന്ദി. പൗരത്വ നിയമ വിഷയങ്ങളടക്കം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കേരളത്തിൽ അത് നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി അടുത്ത 30 ദിവസങ്ങളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഇപ്പോൾ എളമരം കരീം MP നമ്മോട് പറയുകയും ചെയ്തത്. ക്യാമറാമാൻ വിനീഷ് ഒളവണിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.